ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയുടെ സെറ്റിലേക്ക് ഞാൻ നിവിൻ പോളിയോട് വേറൊരു കഥ പറയാനായിട്ട് പോവാം. ആ, ഞാൻ ആ കഥ ആദ്യം പറഞ്ഞത് വിനീതിനോടാണ്. അപ്പൊ ശരി. വിനീത് ആ കഥ കേട്ടിട്ട് നിവിനോട് പറഞ്ഞു. ആ, വിനീത് വടക്കൻ സെൽഫിയുടെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് നിവിനോട് പറഞ്ഞു. ആ, ഒരു ദിവസം രാവിലെ കൊച്ചുളുപ്പങ്കാലത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു 7:30 എന്നെ വിളിച്ചിട്ട്, ചേട്ടാ ഞങ്ങൾ വടക്കൻ സെൽഫിയുടെ സെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉം, ഞാൻ ചേട്ടൻ പറഞ്ഞ കഥ ഞാൻ നിവിനോട് പറഞ്ഞു. നിവിന് ഭയങ്കര ഇഷ്ടമായി. നിവിന്റെ ഡേറ്റ് ചേട്ടനുണ്ടാവും, പക്ഷേ ചേട്ടൻ ഉം, ഡീറ്റെയിൽ ആയിട്ട് കഥ നിവിനോട് പറയണം, നിവിനൊന്ന് ഇരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. നിവിനോട് പറയാനായിട്ട് ഞാൻ ആക്ഷൻ ഹീറോ വിജുവിന്റെ സെറ്റിൽ പോയതാണ്. അപ്പോൾ അവിടെ ലൈറ്റ് ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. ആ, നിവിൻ പോലീസുകാരന്റെ വേഷത്തിൽ അവിടെ ഇരിക്കുന്നു. എന്നെ കണ്ടപ്പോഴേ ഇങ്ങനെ വാച്ചിൽ സമയം പോയി ചേട്ടാന്ന് കാണിച്ചു. ആ, അപ്പൊ എനിക്ക് ആശ്വാസമായി. ഞാൻ നിവിനെ കണ്ടില്ലെന്ന് എനിക്ക് നുണ പറയണ്ടല്ലോ. ഉം, ഉം, ഉം. ഞാനിപ്പോ അവിടെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി പോന്നു. ഞാൻ വണ്ടിയിലേക്ക് കയറുന്ന സമയത്ത് സംവിധായകന്റെ ബ്രിഡ് ഷൈൻ എന്നെ ഇങ്ങനെ കൈകൊട്ടി വിളിച്ചു. എന്നിട്ട് ഈ ഡയലോഗ് ഒന്ന് പറയാമോ എന്ന് ചോദിച്ചു. ആ, അതിലെ ആ ഡയലോഗ്, പട്ടിയല്ലേ അതിനെ അഴിച്ചുവിട്ടാ പോയി കടിക്കില്ലേ എന്ന് ചോദിക്കുന്ന ഡയലോഗ് ഒരു പേപ്പറിൽ എഴുതി എന്നെ തന്നിട്ടുണ്ട്. ആ. ആ ഡയലോഗ് പറയാനായിട്ട് ഞാൻ പോയിരുന്നതാ. ഓഹോ. അപ്പൊ സത്യത്തിൽ നേരത്തെ ഐശ്വര്യ ചോദിച്ച ചോദ്യം, ഇത് ചെയ്താൽ ശരിയാവോ എന്നൊക്കെ, അതൊക്കെ അവരാ തീരുമാനിച്ചത്. അയ്യോ. ബ്രിഡ് നിവിനും കൂടെ എടുത്ത് തീരുമാനമാണ് ശ്രീകാന്ത് ഏട്ടനെ പിടിച്ചോണ്ടിരിക്കാലോ എന്ന് ഒരു പക്ഷേ നിവിൻ പറഞ്ഞിട്ടുണ്ടാവും. ഞാനിപ്പോഴും ചോദിച്ചിട്ടില്ല എങ്ങനെയാണ്. അതായത് ഞാൻ പോയിരുന്നു. ഒരു 20 മിനിറ്റ് കൊണ്ട് ആ സീൻ ഷൂട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ മാറുമ്പോൾ തന്നെ ആ ഷോട്ട് എടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ബ്രിഡ് വന്നിട്ട് പറഞ്ഞു, ശ്രീകാന്ത് ഭായി ഉം, നിങ്ങളൊരു റൗണ്ട് നിങ്ങൾ കലക്കും. അപ്പൊ അവിടുന്ന് അങ്ങോട്ട് തൊണ്ടി മുതലും ദിക്സാക്ഷിയും ഉം, നമ്മുടെ ലിയോ തദയു സംവിധാനം ചെയ്ത് അനിലങ്കമാലി ആയിരുന്നു എന്റെ പടത്തിന്റെ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിൽ ഒരാള്. അനിലങ്കമാലി ആയിരുന്നു ആ പടത്തിന്റെ ഞാൻ സിനിമാക്കാരൻ. അത് കഥ പറഞ്ഞ കഥാമറ എന്റെ സിനിമയിൽ അഭിനയിച്ച സിജു, ഡോക്ടർ സിജു, അദ്ദേഹം ഒരു പറഞ്ഞത് അതിൽ അഭിനയിച്ചു. ഉം. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാനിപ്പോ എനിക്ക് ഏതാണ്ട് 84 സിനിമകളിൽ ഞാനിപ്പോ അഭിനയിച്ചു. ആ. സത്യത്തില് ഞാനിതിന് അഭിനയിക്കാൻ പറ്റിയ ആളാണോ അല്ലെങ്കിൽ ഇത് ഞാനാണോ ചെയ്യേണ്ടതെന്നൊക്കെ ആലോചിക്കാൻ സത്യത്തില് ഉം. ഐശ്വര്യ ചോദിച്ചു എനിക്ക് ഉത്തരവില്ല. പിന്നെ ഇങ്ങോട്ട് നമ്മളാണ് ഇന്ന ക്യാരക്ടർ ചെയ്യേണ്ടത് നമ്മളെക്കാൾ മുമ്പ് തീരുമാനിച്ചിട്ടാണ് നമ്മളെ വിളിക്കുക. ഉം, അതെ. അപ്പൊ അതുകൊണ്ട് പകുതി ജോലി കഴിഞ്ഞു.